we don't decide for each other. But definitely, as people living together, and we discuss work like any other couple. Okay, I mean, if I'm bad, the blame goes to her. നസ്രിയ നസീമിന് എന്താണ് സംഭവിച്ചത്? ഫഹദ് ഫാസിലും നസ്രിയയും തമ്മിൽ ഡിവോഴ്സ് ആയോ? ഇതാണ് കഴിഞ്ഞ 1-1.5 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നസ്രിയ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഒരു ഒറ്റ പോസ്റ്റിന്റെ ബേസിലാണ് ഇത്രയും ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിഷയം വന്നപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നസ്രിയ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗത്തിന്റെ വളരെ ഷോർട്ടായിട്ട് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പേജസിലൂടെ ആണെങ്കിൽ പോസ്റ്റുകൾ വന്നപ്പോഴത്തേക്കിന് എൻ്റെ പൊന്നുമക്കളെ ഇത്രത്തോളം സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണെങ്കിൽ ഇത്രത്തോളം കഴിവേറികൾ കുറേ പേരുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ആ കമൻസ് ഒക്കെ ഞാൻ കുറച്ചും കൂടി വായിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണെങ്കിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പേജസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് അങ്ങോട്ട് വായിക്കാം. ഫസ്റ്റ് മാതൃഭൂമിയുടെ സുഖം പ്രാപിക്കുന്നു, ഇതൊരു ദുഷ്കരമായ യാത്രയാണ് തിരിച്ചു വരവിൻ്റെ പാതയിലെന്ന് നസ്രിയ. പൂർണ്ണമായും എന്നിൽ തന്നെ ചുരുങ്ങി സുഖം പ്രാപിക്കുന്നു തിരിച്ചു വരവിൻ്റെ പാതയിൽ വൈകാരികമായ കുറിപ്പുമായി നസ്രിയ. മനോരമ ഓൺലൈനിൽ വന്നേക്കുന്നതായിരുന്നത്. അതായത് നസ്രിയ തിരിച്ചു വരികയാണ്, അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചു ഇതാന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതിയാണ് എല്ലാ ആൾക്കാരിലും ഇങ്ങനെ നിലനിന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിവോഴ്സ് പ്രതീക്ഷിക്കാമോ, ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടാണ്. അതായത് ഭയങ്കര സന്തോഷമാണ് ഒരു കൂട്ടർ ഡിവോഴ്സ് ആകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഫഫാക്ക സിനിമയിൽ പോലെ ജീവിതത്തിലും ഭയങ്കര സൈക്കോ ആണല്ലേ. കുട്ടികൾ വേണമെന്നുള്ളത് ഏതൊരു ഭർത്താവിൻ്റെയും ആഗ്രഹമാണ്. ആഗ്രഹം ഭാര്യയ്ക്കില്ലാതായാൽ പിന്നെ വേർപിരിയലല്ലാതെ വേറെ മാർഗമില്ല. അബി അന്ന എന്നങ്ങോട്ട് പറയുന്ന ഒരാളിട്ടേക്ക് ഇതൊരു കമൻറ്റാണ്. അതായത് അവരുടെ വീട്ടിൽ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇദ്ദേഹം വളരെ സ്ക്രിപ്റ്റ് ഭയങ്കര ഏതോ ഒരു ഹാലുസിനേഷനിൽ ഇരുന്നിട്ട് എഴുതി വെക്കുകയാണ്. കുട്ടികൾ വേണമെന്നുള്ളത് ഏതൊരു ഭർത്താവിൻ്റെ ആഗ്രഹമാണ്. പക്ഷെ നസ്രി സമ്മതിച്ചില്ല. അതുകൊണ്ട് വേർപിരിയലല്ലാതെ വേറെ മാർഗമില്ലല്ലോ. എൻ്റെ പൊന്ന് കൊച്ചാട്ടാ, ഡ്രഗ് അഡിക്ഷൻ വിത്ഡ്രോവൽ സിംറ്റം ആണ് കുട്ടിക്ക്. ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, സ്വാഭാവികം. ഇത് പറഞ്ഞിട്ട് ഈ ഡ്രഗിൻ്റെ ഭയങ്കരമായിട്ട് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഡ്രഗ് ഡീലിങ്ങിൻ്റെ ആണെങ്കിൽ ലീഡറാണ്, അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഡ്രഗ്സുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ വരെ കുറച്ച് കമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നീതി കിട്ടാതെ മരിച്ചു പോയതും ആത്മഹത്യയിലേക്ക് തള്ളിപ്പെട്ടു പോയതുമായ ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ ശാപവും പ്രാക്കും ഭർത്താവിന് കിട്ടിയിട്ടുണ്ട്. മാളിക പണിതാലും ഈ ലോകത്തുള്ള സകല ആഡംബരങ്ങൾ കാണിച്ചാലും എഴുതി വെച്ചോ കൊച്ചേ, കുടുംബത്തിന് സമാധാനം ഉണ്ടാവില്ല, മരിക്കുവോളം. ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചു, അതാ പ്രോബ്ലം ആയത്. കുറെ കൂടി ഫീൽഡിൽ നിന്നിട്ട് മതിയായിരുന്നില്ലേ. ലവൻ്റെ തനിക്കോണം പുറത്തെടുത്ത് കാണും. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഇനിയും എന്തൊക്കെ നേരിടാനിരിക്കുന്നു. അതിനു മുമ്പ് ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡിവോഴ്സ് ആയിപ്പോ. ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങൾ. ഒരാൾക്ക് സ്വന്തമായിട്ട് പേഴ്സണൽ ഒരു ഇഷ്യൂ വന്നാൽ അത് ഭർത്താവിൻ്റെ ക്രൂരതകൾ കാരണമാണെന്ന് അങ്ങനെ വ്യാഖ്യാനിച്ച് വെച്ചേക്കണം. അപ്പോൾ എന്തിനാണെങ്കിലും നസ്രിയ എന്താണ് അവർ പോസ്റ്റിൽ ഇട്ടേക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം. ഇത് ഇംഗ്ലീഷിലാണ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇത് ഞാനല്ല ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഗൂഗിൾ ചേച്ചിയാണ്. അപ്പോൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞേക്കുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാവേ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ സുഖമായി ഇരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് നാളെ ഞാൻ എന്തുകൊണ്ട് വിട്ടു നിൽക്കുകയായിരുന്നു എന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ എപ്പോഴും ഈ അത്ഭുതകരമായ സമൂഹത്തിലെ സജീവ അംഗമായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എൻ്റെ വൈകാരിക ക്ഷേമവും വ്യക്തിപരമായ വെല്ലുവിളികളും കാരണം ഞാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. എൻ്റെ 30ാം ജന്മദിനവും പുതുവത്സരവും എൻ്റെ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ വിജയവും ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുപോലെ മറ്റ് നിരവധി പ്രധാന നിമിഷങ്ങളും. ഞാൻ എന്തിനാണ് കാണാതായതെന്ന് വിശദീകരിക്കാത്തതിനും കോളുകൾ എടുക്കാത്തതിനും സന്ദേശങ്ങൾ മറുപടി നൽകാത്തതിനും എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതായത് ഈ ഒരു മെൻ്റൽ സ്ട്രെസ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ മാനസികമായിട്ടുള്ള വൈകാരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെച്ചു. അതായത് ആരുടെയും കോളും മെസ്സേജോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അങ്ങനെ പുള്ളിക്കാരി നിന്നു. അത് എല്ലാ ആൾക്കാർക്കും ഒരുപക്ഷെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം ഞാൻ മുമ്പ്, ഇപ്പോഴല്ല കുറച്ച് കാലം മുമ്പ് വരെയാണെങ്കിൽ എനിക്ക് ഈ കോള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരവധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കൊരുമാതിരി പ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു സാധനമാണ്. കാര്യം ഫോൺ എടുക്കണം, പിന്നെ ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കണം, അത് പറയണം ഇത് പറയണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്കിൻ്റെ ഏറ്റേക്കുന്ന കാര്യമായിരിക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് ചില സമയത്തൊക്കെ ഭയങ്കര പ്രാന്തായി പോകും. അങ്ങനെ ചില ടൈമിലൊക്കെ ഞാൻ മനഃപൂർവ്വം വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാനും പലപ്പോഴും ഈ പറഞ്ഞ ഫോൺ മാറ്റി വെച്ചിട്ട് ആരുടെ കോൾ പോലും എടുക്കാത്ത രീതിയിലൊക്കെ നമ്മൾ മുമ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ പറ്റാറില്ല. കാര്യം നമ്മൾ റിയാക്ഷൻ വീഡിയോയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണെങ്കിൽ 24/7 കൊടുത്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പല രാത്രികളിൽ ഉറക്കം പോലും ഇല്ലാതെ ഫോണിൽ തൂണ്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളപ്പം അത് പലപ്പോഴും സാധ്യമാവാറില്ല. എന്നാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന അത്രയും ഭ്രാന്ത് പിടിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫോണൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് മാറ്റി വെച്ച് കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ റിലീഫ് ഉണ്ടാവും. കാരണം നിങ്ങളും പല ആൾക്കാർ ഈ പറയുന്ന പോലെ അത്രയും ഈ ഒരു ഫോൺ കോൾസ് ഒക്കെ ആദ്യമായിട്ടൊക്കെ ഒന്ന് അങ്ങനത്തെ ഈ ഒരു സാധനങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഫോണൊന്ന് നൈസായിട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് സമാധാനമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും ആശങ്കയ്ക്കോ അസൗകര്യത്തിനോ ഞാൻ ശരിക്കും ഖേദിക്കുന്നു. പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തു. ജോലിക്കായി എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതായത് പുതിയ വർക്കിന് പുതിയ പ്രോജക്റ്റിനെ വിളിച്ച ആൾക്കാരുടെ നമ്പർ അല്ലെങ്കിൽ കോളും മെസ്സേജും പോലും പുള്ളിക്കാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹാജരായിരുന്നില്ല. ഇത്
ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും തടസ്സങ്ങൾക്ക് ഞാൻ ഖേദിക്കുന്നു. ഈ ഹാജരായിരുന്നില്ല ഈ സാധനമൊക്കെ നമ്മൾ ഗൂഗിൾ ആണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പങ്ങളാണ്. ഒരു നല്ല വാക്യം മികച്ച നടനുള്ള കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് ഇന്നലെ എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. സന്തുഷ്ടയാണ്. എല്ലാ അംഗീകാരത്തിനും നോമിനികൾക്കും വിജയികൾക്കും വളരെ നന്ദി. ഇതൊരു ദുഷ്കരമായ യാത്രയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ദിവസവും സുഖം പ്രാപിക്കാനും മെച്ചപ്പെടാനും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ധാരണയെയും പിന്തുണയ്ക്കുകയും ഞാൻ അഭിനന്ദിക്കുന്നു. പൂർണ്ണമായും തിരിച്ചു വരാൻ എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമായി വന്നേക്കാം. പക്ഷേ ഞാൻ സുഖം പ്രാപിക്കാനുള്ള പാതയിലാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെ അപ്രത്യക്ഷനായതിന് എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരണം നൽകാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിയതിനാലാണ് ഇന്ന് ഞാനിത് എഴുതിയത്. എല്ലാവരെയും സ്നേഹിക്കുന്നു. ഉടൻ തന്നെ വീണ്ടും ബന്ധപ്പെടുക. ഇവിടെ ഉണ്ടായിരുന്നതിനും നിങ്ങളുടെ അനന്തമായ പിന്തുണയ്ക്ക്. സോ ഇതാണ് നസ്രിയയ്ക്ക് സംഭവിച്ചത്. അതായത് ആ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിൻ്റെ ആ ഒരു സ്ട്രെസ്സും കാരണമൊക്കെ ആയിട്ട് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഈ ഒരു ഇമോഷണൽ വെൽബീയിങ് അല്ലെങ്കിൽ ഇമോഷണൽ ആ ഒരു ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കിന് വീട്ടിലെ ഒരു ഡിവോഴ്സ് അങ്ങനത്തെ ഒരു കേസ് മാത്രമല്ല, അങ്ങനെ ദയവേത് ആർക്കി തീർക്കാണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെയാണെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ കേസ് പറഞ്ഞിട്ട് ഡ്രഗ് അഡിക്റ്റിൻ്റെ അതിൻ്റെ സീനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് എത്തുമ്പോഴത്തേക്കിന് ആൾക്കാരതിനെ അവർക്ക് തോന്നുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടെത്തിക്കും. ആൻഡ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഇതിനകത്ത് കാണാൻ പറ്റും. കാര്യം നമ്മൾ അറിയാത്ത കുറേ കഥകളൊക്കെ ഇവിടെ അടിച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ട്. ഇപ്പം എന്തിനാണെങ്കിലും ഇങ്ങനെ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ സംശയങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നസ്രി എങ്ങനെയാണെന്ന് ഫഹദ് ഫാസിലിനെ കാണുന്നതെങ്കിലും അതേപോലെ തന്നെ ഫഹദ് എങ്ങനെയാണ് നസ്രിയെ കാണുന്നതെന്നുള്ള കാര്യങ്ങളൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. No, we don't decide for each other. But definitely as people living together and we discuss work like any other couple. നമ്മളും വർക്കിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. സിനിമ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ. കാരണം രണ്ടുപേരും ആക്ടേഴ്സ് ആണ്. We understand it a little more. We ask each other suggestion and all. But end of the day നമ്മളൊരു പടം സെലക്ട് ചെയ്യുമ്പം ഇറ്റ്സ് നമ്മുടെ ഡിസിഷൻ. ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ മൈറ്റ് be in our mind, പക്ഷെ ഡിസിഷൻ എനിക്ക് തോന്നുന്നത് ഫാദറിൻ്റെതായ ഡിസിഷനും പടങ്ങളിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാറ്. സോ ഇവിടെ നസ്രിയുടേതായിട്ടുള്ളൊരു സ്പേസ് ഫഹദ് ഫാസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസ്പെക്ട് അവർ രണ്ടുപേരും കീപ്പ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഫഹദ് ഫാസിലിനും ഇതേപോലെ നസ്രി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ ഫഹദ് ഫാസിൽ പറയുന്നുണ്ട്. അതുകൂടെ ഇങ്ങോട്ട് വെക്കാം. You're not on social, but we see you on Nazriya's Instagram feed. Does she have to run this by you before she puts you on her social media? No. My wife is putting it, right? You don't care. I don't care. I mean, if I'm bad, the blame goes to her. We love our stuff, the way we function, and she can do whatever she wants with her life. Her life is also me now, so yeah. എന്താണ് നസ്രിയയുടെ ലൈഫ് എന്ന് പറയുന്നത് ഓൾസോ ഹിം. ഫഹദ് ഫാസിലും കൂടിയാണ് നസ്രിയയുടെ ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയുടെ ആണെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിരവധി സെലിബ്രിറ്റീസ് ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെങ്കിൽ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തൊട്ടപ്പുറത്ത് നിന്ന് ഇവർ ഡിവോഴ്സായി ഡ്രഗിൻ്റെ സീനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സൈഡിൽ കൂടെ നമുക്ക് സോഷ്യൽ മീഡിയ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.